ഓരോ തവണ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഇവാലുവേഷൻ നമുക്ക് തന്നെ കിട്ടും അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്താണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് മിസ്സേ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ക്ലാസ്സസ് കാണണം, നോട്ട് കിട്ടണം, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണം, മോക്ക് ടെസ്റ്റ് കിട്ടണം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹായ് എവ്രിവൺ, എല്ലാവർക്കും എൻട്രി ഡേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ 2024 ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഇനി എന്താണ്, വളരെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആൻഡ് 2025 എന്താണ്, ഇറ്റ്സ് യെറ്റ് ടു ബിഗിൻ അല്ലേ. അപ്പോൾ 2024 നമ്മുടെ ഒരുപാട് PSC എക്സാമുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയിട്ടുണ്ടാവും. സോ ഞാൻ അത്യാവശ്യം നന്നായി പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് എന്താണ് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് തോന്നുന്നവരുണ്ടാവാം. ഒരുപാട് പഠിച്ചു പക്ഷേ കട്ട് ഓഫ് ക്ലിയർ ചെയ്തില്ല എന്നുള്ള വിഷമത്തിലിരിക്കുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടെ എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എന്താണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാമായിരുന്നു എന്നുള്ള ആ ഒരു റിഗ്രറ്റിലിരിക്കുന്നവരുണ്ടാവാം. സോ അങ്ങനെയുള്ള വിഷമങ്ങളോ റിഗ്രറ്റോ ഒന്നും ഇനി ആവശ്യമില്ല. കാരണം 2025 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗോൾഡൻ ഇയർ ആണ്. കാരണം അത്രത്തോളം നോട്ടിഫിക്കേഷൻസ് ആണ് 2025 വരുന്നത്, അത്രത്തോളം എക്സാമുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. സോ ഇതുവരെ എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസം വരെ എന്തോ നടന്നോട്ടെ, ഏത് എക്സാമോ നിങ്ങൾ എഴുതിക്കോളൂ, ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമാണ്, നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസർ ആകാൻ പോകുന്ന വർഷമാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കാം. കാരണം അത്രത്തോളം നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് കേട്ടോ, അത്രത്തോളം എക്സാമുകളാണ്. അത് 10th ലെവൽ ആവട്ടെ, നിങ്ങളിനി +2 ലെവലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതും ആകട്ടെ, ഡിഗ്രി ലെവലാണെങ്കിലും ഒരുപാട് വേക്കൻസീസ് അല്ലെങ്കിൽ ഒരുപാട് എക്സാമുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഇന്ന് ഈ നിമിഷം മുതൽ എന്താണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും, നമ്മുടെ പഠിത്തമാവട്ടെ, നമ്മുടെ ആ ഒരു ഡിസിപ്ലിൻ ലൈഫ് ആവട്ടെ, എല്ലാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമുകളാണ് 2025 നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി പോവാം. നോക്കിക്കേ, 10th ലെവൽ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്, VFO ഉണ്ട്, അതുപോലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്, ദെൻ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഉണ്ട്. അങ്ങനെ നിരവധി എക്സാമുകളാണ് 10th ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത്. ദെൻ 12th ലെവലാണെങ്കിൽ ഫയർമാൻ ഉണ്ട്, ഫയർ വുമൺ ഉണ്ട്, ലീഗൽ മെട്രോളജി ഉണ്ട്, അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്. ഇനി ഡിഗ്രി ലെവലാണെങ്കിലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, SI ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, അസിസ്റ്റൻറ്റ് ജയിലർ ഉണ്ട്. ഇങ്ങനെ എന്താണ് ഒരുപാട് എക്സാമുകളാണ്. അതായത് എക്സാം ഇനി ഇല്ലല്ലോ, അല്ലെങ്കിൽ എക്സാമുകൾക്ക് ഒരു ക്ഷാമം എന്ന് നിങ്ങൾ ആരും പറയരുത്. അത്രത്തോളം എക്സാമുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാം ഉണ്ടല്ലോ, ഇതിലിപ്പോൾ ഞാൻ ഏത് പ്രിപ്പയർ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു ടെൻഷനും ആവശ്യമില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ എല്ലാം സിലബസ് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കത് നിൽക്കില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും സിലബസ് ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന എക്സാമുകളുടെ എല്ലാം സിലബസ് എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 60% ഭാഗങ്ങളും എന്താണ്, കോമൺ ആണ് അല്ലേ. അതിലൊരു 60% എന്താണ്, കോമൺ സിലബസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് ഉണ്ടാവാം, കുറച്ചുകൂടെ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ആ ഒരു 40% മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് എഫേർട്ട് ഇട്ടാൽ മതി. ബാക്കി 60% എന്ത് തന്നെയാണ്, കോമൺ സിലബസ് ആണ്. നിങ്ങൾ ഓരോ എക്സാമിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാദ്യം മനസ്സിലാക്കി വെക്കുക. ആൻഡ് പിന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമാണ്. ഈ വർഷം എന്തൊക്കെ വന്നാലും നമ്മൾ എന്ത് നേടിയിരിക്കും, റാങ്ക് നേടിയിരിക്കും, നമ്മളൊരു ഗവൺമെൻറ് ഓഫീസറായി മാറിയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കാം. ആൻഡ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2024 നിങ്ങൾ ഒരുപാട് എക്സാമുകൾ എഴുതി അല്ലേ. ഒരുപാട് എക്സാമുകൾ എഴുതിയവർ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ആ എക്സാമുകളിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ആറ്റം ന്യൂക്ലിയസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ നേക്കഡ് ആയി വെച്ച് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. ഇതുപോലെ തന്നെ നമ്മളെന്താണ് ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരേ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ 2-3 രീതി മാറ്റി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. എന്നാലും ചില മൈന്യൂട്ട് മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കൂടെ നിങ്ങൾ എന്താണ്
കണ്ടുപിടിച്ചിട്ട് 2025 അത് റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് പോയിന്റ് വാല്യൂവിലൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കട്ട് ഓഫ് മിസ്സായിട്ടുണ്ടാവും. ആ ഒരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഈ ഒരു മിസ്റ്റേക്സ് ഒഴിവാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമ്മൾ പറയുന്നത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ, നമ്മുടെ ആ ഒരു പഠിത്തം, നമ്മുടെ ആ ഒരു ജേണി എല്ലാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മിനിമം ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതുവരെ നിങ്ങൾ എങ്ങനെയോ പഠിച്ചു, അതൊന്നും എന്താണ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, നമ്മൾ എന്താണ് ഇനി മുതൽ റീസ്റ്റാർട്ട് ചെയ്യണം, അതായത് ഒന്നേന്ന് തുടങ്ങുകയാണ്. ഓക്കെ, ഒന്നേന്ന് അല്ലെങ്കിൽ ഒരു 0 ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഹൗ ടു ക്രാക്ക് ആൻ എക്സാം എന്നുള്ളത് കൂടെ നമുക്ക് എന്താണ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഹൗ ടു ക്രാക്ക് ആൻ എക്സാം. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു എക്സാം നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കുറച്ച് പേര് എന്ത് ചെയ്യും? ഓക്കെ, ഈ ഒരു എക്സാം വന്നു അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ സിലബസ് നോക്കി അതിൻ്റെ ഗൈഡ് വാങ്ങി കാണാതിരുന്ന് പഠിച്ചു. ഇത്രയാണ് ചെയ്യുന്നത്. ഒരു 50% ആളുകളും എന്താണ് ഇതാണ് ചെയ്യുന്നത്. പക്ഷേ അതല്ല. ഫസ്റ്റ് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? ടു നോ ദി എക്സാം. നിങ്ങൾ എന്താണ് ഏത് എക്സാമാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ സിമ്പിളായിട്ട് പറയില്ലേ, നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആരെ ആദ്യം മനസ്സിലാക്കണം? നമ്മുടെ എതിരാളിയെ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഒപ്പോണൻ്റ് ആരാണ്, അവരുടെ എന്താണ് സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇവിടെ നമ്മുടെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത് ആരാണ്? കേരള PSC അല്ലേ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരള PSC ആണ് നമ്മുടെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്പോണൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വരെയുള്ള ഒപ്പോണൻ്റ് അല്ല ഇപ്പോൾ ഉള്ള ഒരു ഒപ്പോണൻ്റ് അല്ലേ, അല്ലെങ്കിൽ അവർ അന്ന് ചെയ്തിരുന്ന സ്ട്രാറ്റജി അല്ല ഇന്ന് അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ബാഹുബലി ഫിലിം കണ്ടിട്ടുണ്ടാവും. അതിൽ ഓരോരുത്തരും എന്താണ് പല പല സ്ട്രാറ്റജീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് അവർ അവരുടെ യുദ്ധത്തിൽ വിജയിക്കുന്നത്. സോ ഇൻ ദ സെയിം വേ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓപ്പോണൻറ്റിനെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇതുവരെയുള്ള സ്ട്രാറ്റജി അല്ല അവർ യൂസ് ചെയ്യുന്നത്, അവർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊരു ഐഡിയ കൊണ്ടുവരണം. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മേക്ക് എ സ്റ്റഡി ഷെഡ്യൂൾ ആൻഡ് ഫോളോ എ സ്ട്രിക്റ്റ് ടൈം ടേബിൾ. അപ്പം ഞാൻ ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാവരും എന്താണ് PSC ക്രാക്ക് ചെയ്യണം, ഒരു ഗവൺമെൻറ് ഓഫീസറായി മാറണം എന്ന് അത്രയും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ മിനിമലായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒരു ഗവൺമെൻറ് ഓഫീസർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും, ഒരു ഡിസിപ്ലിൻ ലൈഫ് ഉണ്ടാവണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബെസ്റ്റ് ഒരു ഗവൺമെൻറ് ഓഫീസറായി മാറാൻ പറ്റും? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കും, ഓക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ഡിസിപ്ലിൻ ലൈഫല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എനിക്ക് തോന്നുമ്പോൾ പഠിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്നുറങ്ങും, ഇതുപോലെ ഒരു ലൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നാളെ ഒരു ബെസ്റ്റ് ഗവൺമെൻറ് ഓഫീസറായി മാറാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡിസിപ്ലിൻ ലൈഫ് കൊണ്ടുപോകണം. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഒരു സ്റ്റഡി ഷെഡ്യൂൾ, അതായത് സമയം എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഒരുപാട് സമയമുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല, ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വാല്യൂബിൾ, അത്രത്തോളം വാല്യൂ ഉള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു തോണിയിൽ ഇങ്ങനെ കടലിലൂടെ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഡയമണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താണ് ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ബോറടിച്ചുകൊണ്ട് ഈ ഡയമണ്ട്സ് ഇങ്ങനെ എടുത്ത് എറിഞ്ഞെറിഞ്ഞ് കളിച്ചു. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഡയമണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നപ്പോഴാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഞാൻ എൻ്റെ എന്താണ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എറിഞ്ഞ് കളിച്ചത് എന്താണ് ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഡയമണ്ടാണ്. അതായത് നമ്മളും ആ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് ടൈമിലാണ് നമ്മൾ എന്ത് റിയലൈസ് ചെയ്യുക, ഞാൻ ഇത്രയും നാൾ വേസ്റ്റ് ചെയ്തത് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്, ഈ ഒരു സമയം കൊണ്ട് എനിക്ക് പലതും ചെയ്യാമായിരുന്നു എന്നുള്ള റിയലൈസേഷൻ വരുന്നത് ആ ഒരു സമയത്തായിരിക്കും. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബിക്കോസ് ടൈം ഈസ് വെരി വാല്യൂബിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു രീതിക്കനുസരിച്ച്, മേ ബി വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ഹൗസ് വൈഫ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും, നിങ്ങളുടെ ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്താണ് സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്യുക. നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ എവിടെ കൊണ്ടുവരിക, നിങ്ങൾ ഈ പറയുന്ന ടൈം ടേബിളിൽ കൊണ്ടുവരിക. ദെൻ ഡെവലപ്പ് എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ്. എന്താണ് ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് എ സ്ട്രാറ്റജി കേട്ടോ. എന്താണ് ഇൻ ദ സെൻസ് എന്താണ്, ഇതൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ.
സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി, നിങ്ങളെല്ലാവരും മഹാഭാരതം കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ പാണ്ഡവരും ഉണ്ട് കൗരവരും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും ടീച്ച് ചെയ്തത് അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരുടെയും ഗുരു ആരായിരുന്നു? ദ്രോണാചാര്യരായിരുന്നു അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും ഗുരു ദ്രോണാചാര്യരാണ്. അപ്പോൾ അവരെല്ലാം പഠിച്ചത് എന്താണ്? സെയിം കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ സെയിം ബുക്ക് വെച്ച് നമ്മൾ പഠിക്കുന്നു, സെയിം ക്ലാസ്സസ് നമ്മൾ കാണുന്നു, ഇതെല്ലാം സെയിം ആണ്. അവിടെ എന്താണ് വാഗ്വാദത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരെയും പഠിപ്പിച്ചത് ഒരേ ടീച്ചറാണ് അല്ലേ? പക്ഷേ അതുപോലെ തന്നെ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമുക്കറിയാം കൗരവരുടെ പടയായിരുന്നു ഏറ്റവും കൂടുതൽ, സ്ട്രെങ്ത്തും ഇൻ ദ നമ്പറിലും എല്ലാം ഇവരായിരുന്നു കൂടുതൽ. പാണ്ഡവരുടെ ഭാഗത്ത് എന്താണ്? സ്ട്രെങ്ത്ത് കുറവായിരുന്നു. പക്ഷേ ഇവരുടെ ഭാഗത്ത് ആരുണ്ടായിരുന്നു? കൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രാറ്റജിയുടെ ആളാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്? വിൻ ചെയ്തത്. അവർ വിജയിച്ചത് ആ ഒരു സ്ട്രാറ്റജി കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒപ്പോണൻ്റ് ആരാണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി നമ്മൾ നമ്മുടേതായ ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെ എത്തുന്നത്? നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ ആ ഒരു കാൽച്ചുവട് വെച്ച് മുന്നേറുന്നത് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റഡി ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഞങ്ങൾക്ക് അങ്ങനെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ എന്താണ് എനിക്ക് അപ്ലിക്കബിൾ ആയില്ല എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു വിഷമവും വേണ്ട. നമ്മൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ തരുന്നുണ്ട്. അതായത് നിങ്ങളൊരു വർക്കിംഗ് പേഴ്സൺ ആവട്ടെ, നിങ്ങളൊരു വീട്ടമ്മയാവട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾ പഠിക്കുന്നവരാവട്ടെ, ഇവർക്കെല്ലാവർക്കും ഉള്ള ഒരുപാട്, അതായത് ഒരു 10 സ്ട്രാറ്റജിയെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസ് അറിയണമെന്നുള്ളവർ എന്ത് ചെയ്യുക? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സ്ട്രാറ്റജീസൊക്കെ നോക്കി നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ താഴെ നമ്മുടെ ആ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്താണ്? ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി അടുത്തത് നോക്കിക്കേ, പ്രാക്ടീസ് വിത്ത് മോക്ക് ടെസ്റ്റ്. നമ്മൾ പഠിച്ചു, നമ്മളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു, നമ്മൾ പഠിച്ചു എന്നത് മാത്രമല്ലല്ലോ കാര്യം. നമുക്ക് എന്താണ്? വീണ്ടും വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്? പോവും, ചിലപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? താഴെ വരും. വീണ്ടും നമ്മൾ എന്താണ്? പഠിക്കും, റിവൈസ് ചെയ്യും, വീണ്ടും മുകളിൽ പോവും, താഴെ പോവും. സോ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ എവിടെ തന്നെ എത്തും? നമ്മൾ ഉയരങ്ങളിലേക്ക് തന്നെ എത്തും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ PYQs കൃത്യമായിട്ട് ചെയ്യുക. ദെൻ റിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് നോഡുകളുണ്ട് നമ്മുടെ. ഓക്കെ, നമ്മൾ ഈ നെർവസ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ പറയില്ലേ, ഒരുപാട് നോഡ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് കയറിയിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടു. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരേ ടോപ്പിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിമാലയാസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ കണ്ടു, ദെൻ അടുത്തൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഒരുപാട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് ഈ ഒരു നോട്ടിലാണ് പതിഞ്ഞെങ്കിൽ അടുത്തൊരു വീഡിയോയുടെ കണ്ടൻറ്റ് ഇവിടെ ആയിരിക്കും. അതായത് ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇത് പോയിട്ട് പതിയുന്നത്. സോ ഇങ്ങനെയല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റ നോഡിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതായത് പല പല വീഡിയോസ് കണ്ടാലും അതെല്ലാം കൂട്ടിയിട്ട് എന്താണ്? ഒറ്റ ബണ്ടിലാക്കിയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഫസ്റ്റ് ലേൺ, ദെൻ റൈറ്റ്, ദെൻ റിവൈസ്. ഈ ഒരു 3 ലെറ്റേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ്? ഫസ്റ്റ് ലേൺ, ദെൻ റൈറ്റ്, ദെൻ റിവൈസ്. നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങളതൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്ത് നോക്കുക. അതായത് അതിൻ്റെ വർഷം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൽ വന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. കാരണം എഴുതുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ മെമ്മറിയിൽ അത് ക്ലിക്കായി നിൽക്കും. ദെൻ റിവൈസ് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. നമ്മുടെ ബ്രെയിനിന് നോർമലി ഒരു 6 to 7 ഡേയ്സ്, മാക്സിമം ഒരു 10 ഡേയ്സ് വരെയാണ് ഒരു കാര്യം നമ്മൾ അത്രയും ഫോക്കസ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ്? ഈ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. ദെൻ മേക്ക് നോട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേൺ, റൈറ്റ് ആൻഡ് റിവൈസ്. ഓക്കെ, അപ്പോൾ ആ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്താണ്? അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ദെൻ യു ഹാവ് ടു ബിക്കം എ
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, യു ഹാവ് ടു ക്രിയേറ്റ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇത്രയൊക്കെ ചെയ്താലും ആരോഗ്യമില്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു, നിങ്ങളുടെ ആരോഗ്യം ഭയങ്കര ക്ഷയിച്ചു പോയി, എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒട്ടും വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും അതിലുണ്ടാവില്ല. സോ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ലീഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. രാവിലെ എണീക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയർമാൻ വരുന്നുണ്ട്, ഫയർ വുമൺ വരുന്നുണ്ട്, ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വേണം, ഫിസിക്കൽ വർക്കൗട്ട് വേണം അല്ലേ? കാരണം അതിന് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. സോ രാവിലെ എണീക്കുക, നിങ്ങളുടെ ആ ഒരു വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുക, കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്താണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് മിസ്സേ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ക്ലാസ്സസ് കാണണം, നോട്ട് കിട്ടണം, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണം, മോക്ക് ടെസ്റ്റ് കിട്ടണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ എൻട്രിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വയ്യാണ്ടായി, അപ്പോൾ നമുക്കൊരു പനി, ജലദോഷം, തലവേദനയൊക്കെ വന്നു. നമ്മൾ ആദ്യം പോയിട്ട് കഴിക്കുന്ന മരുന്ന് ഏതാണ്? പാരസെറ്റമോൾ അല്ലേ? ഇതിനെല്ലാം ഉള്ള ഒരു ക്യാപ്സ്യൂളാണ് പാരസെറ്റമോൾ. ഇൻ ദ സെയിം വേ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്. അതുകൊണ്ടാണ് വൈ എൻട്രി. എന്തിനാണ് എൻട്രി നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത്രയും സ്റ്റുഡൻസ്, നമ്മുടെ കേരളത്തിലുള്ള അത്രയും സ്റ്റുഡൻസ് എൻട്രി സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻട്രിയിലുണ്ട്. നിങ്ങൾക്ക് നോട്ട് വേണോ? നോട്ടുണ്ട്. ക്ലാസ് വേണോ? ക്ലാസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് വേണോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണോ? വിത്ത് സൊല്യൂഷൻ വേണം. അതുപോലെ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണോ? അല്ലെങ്കിൽ ഇനി എന്താണ്, AI-യുടെ ഹെൽപ്പ് വേണോ? ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2025 ഇത്രയും എക്സാംസ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡിസംബർ മാസത്തിൽ അത്രയും ഓഫേഴ്സാണ് നമ്മുടെ എൻട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഉണ്ടാവും, മിസ് എനിക്ക് അത്ര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇത്രത്തോളം പൈസ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ, ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് എൻട്രി ഓരോ കോഴ്സും എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊന്നും വിചാരിച്ച് നിങ്ങൾ പിന്നോട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എൻട്രിയിൽ കിട്ടുന്നത്. വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ സ്റ്റഡി നോട്ട്സ്, ഡെയിലി ക്യൂസ്. നമ്മളെന്താണ് ഡെയിലി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ എന്താണ് ഇതെല്ലാം പതിയുന്നു. അപ്പോൾ ഡെയിലി ക്യൂസസ് ഉണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ദെൻ ഡെയിലി റാങ്ക് ബൂസ്റ്റർ എക്സാം. നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻട്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വഴിയാണ് എൻട്രി കാണിച്ചു തരുന്നത്. സോ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മുടെ ഓരോ ബാച്ചസിനുള്ള എന്താണ് നിങ്ങൾ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ, അതായത് ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ AI ട്രാക്കർ ഉണ്ട്, AI അസിസ്റ്റൻസ് ഉണ്ട്, ഫ്രീ എക്സാം ഉണ്ട്, ആൻഡ് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാം നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു എക്സാം എഴുതിയെന്ന് നിങ്ങൾ വിചാരിക്കാം. നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ മോഡറേറ്റ് ആണ്, ഏതിൽ നിങ്ങൾക്ക് എന്താണ് ഹൈ നോളജ് ഉണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. സോ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ നിങ്ങളുടെ റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയൊരു ക്യാപ്സ്യൂളാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അതും ഒരുപാട് എന്താണ് ഓഫേഴ്സോട് കൂടിയാണ് ഈ ഒരു മാസം നമ്മുടെ എൻട്രി എല്ലാ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും നോക്കണ്ട, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എൻട്രി ഓരോ ബാച്ചസും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻട്രിയുടെ ലക്ഷ്യം. അതെന്താണ് ഒരുപാട് കാലമായിട്ട് പ്രൂവ് ചെയ്തതുമാണ് അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പഠിക്കാനുള്ള സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സ്ട്രാറ്റജീസ് എല്ലാം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, ഒരു സ്റ്റഡി സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. 2025 നിങ്ങളുടെ വർഷമാണ്. നിങ്ങളെല്ലാവരും എന്താണ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആകാൻ പോകുന്ന വർഷമാണ്. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.